ഒരു പ്രതികരണം ആരിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. തെറ്റ് മുഴുവൻ നമ്മുടെ ഭാഗത്താ. അതോർത്ത് വേണം പെരുമാറാൻ. ടെൻഷൻ ഉണ്ടോ അച്ഛന് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോ? സാരില്ല, ഇന്നത്തോടെ എല്ലാം കൂടെ അവസാനിക്കല്ലോ. വാ. എന്താ ഇന്ദ്രൻ? എന്തിനാ? ഒന്ന് കാണുമായിരുന്നു. മനസ്സിലായില്ല. ഇന്ദ്രന്റെ തിരിച്ചുവരവ് നേരിട്ട് കണ്ട് ചില കാര്യങ്ങൾ പറയണമായിരുന്നു. ഇന്ദ്രൻ അവിടെ ഇല്ല. സീതയുണ്ടല്ലോ, സീതയെ കണ്ടാലും മതി. കുട്ടി ഏതാ? എന്റെ മകളാ. ഇന്ദ്രനും സീതയും ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. ഒരു 5 മിനിറ്റ്, അതിനുള്ളിൽ പോയിക്കോളാം ഞങ്ങള്. ഒരിക്കലും ഇയാളോടെ വന്നിട്ടുണ്ട്. താൻ മറന്നുപോയാലും അത് ഞാൻ മറക്കില്ല. എന്റെ മോള് സീതയുടെ നേർക്ക് കൊലവിളി നടത്തിയാ താനൊന്ന് പോയത്. പറഞ്ഞേൽപ്പിച്ചു എന്നെ മോളെ ഓർമ്മിപ്പിക്കാൻ കൊന്നുകളയൂന്ന്. ഒളിഞ്ഞും തെളിഞ്ഞും നീ പലവട്ടം എന്റെ മോളുടെ നേരെ തിരിഞ്ഞിട്ടുണ്ട്. ക്ഷമിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണെന്നറിയാവോ? അന്നും കരുതിയില്ല പറഞ്ഞതുപോലെ ചെയ്തു കളയൂന്ന്. പറ്റിപ്പോയി. ചെയ്തതെല്ലാം തെറ്റാ. കാല് പിടിച്ച് മാപ്പ് പറയാനാ ഞാൻ വന്നേ. എന്റെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഏത് കാലിപ്പിടിച്ച് നീ മാപ്പ് പറഞ്ഞേനെ. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്റെ മോള് രക്ഷപ്പെട്ടത്. ഈ നിൽക്കുന്ന നിന്റെ മോളുടെ നേർക്ക് ഞാനാ വാളൊങ്ങിയതെങ്കിൽ പൊറുക്കാനാകുമോ നിനക്ക്? പിന്നെ ഇന്ദ്രന്റെ കാര്യം, അവനെ ഇല്ലാതാക്കാൻ നിനക്കൊന്നും പറ്റുകയില്ല. എത്ര കൊന്നു കുഴിച്ചു മൂടിയാലും ഉയർത്തെഴുന്നേൽക്കും അവൻ. പിന്നിൽ നിന്ന് വെട്ടുന്ന ശിഖണ്ഡിയല്ലവൻ, മുന്നിൽ നിന്ന് പൊരുന്ന ആണ. എന്റെ മോള് സീതയുടെ പ്രാർത്ഥന ഇന്ദ്രന് വേണ്ടി ഉള്ളിടത്തോളം കാലം ഒരു മരണത്തിനും അവൻ കീഴടങ്ങില്ല. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കാൻ നോക്കിയ നിനക്ക് അവരെ കാണാനുള്ള യോഗ്യത പോലുമില്ല. അച്ഛനോട് ക്ഷമിക്കണം. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാനാ ഞങ്ങൾ വന്നത്. ഈ കീഴടങ്ങലൊക്കെ ഇന്ദ്രൻ തിരിച്ചു വന്നതിന്റെ പേടിയിൽ നിന്നുണ്ടായതാണെന്നൊക്കെ എനിക്കറിയാം. പേടിക്കണം. ഇനി അവനെ ഭയന്നേ പറ്റൂ. ഇറങ്ങി പോടാ ഇവിടുന്ന്. മോളെ നിക്ക. ഇവര് ഇന്ദ്രനെ കണ്ടോട്ടെ അച്ഛാ. അത് വേണോ മോളെ? വേണം. കയറി വരൂ അകത്തേക്ക്. നിന്റെ ജീവൻ എടുക്കാൻ നോക്കിയവനാ മോനെ. മരണക്കിടക്കെ കിടന്ന നിന്റെ നേർക്ക് വെടിയുതിർക്കാൻ ആളെ അയച്ചവനാ. നീ ഇല്ലാന്ന് കരുതി ഇവളുടെ കഴുത്തിന് പല വട്ടം വാളോങ്ങിയവനാ. ഇറക്കി വിടറാ ഇവനെ. മാപ്പ. ഈ കണ്ണീരിന് സത്യമുണ്ടെങ്കിൽ കഴിഞ്ഞതൊക്കെ ഇന്ദ്രൻ ഈ നിമിഷം മറക്കും.
ഇതിൽ കള്ളമില്ല. കീഴടങ്ങ ഞാൻ. എനിക്ക് ജീവിക്കണം. ഇന്ദ്രൻ ആയുധം വെച്ച് യുദ്ധം അവസാനിപ്പിച്ചത് ജീവിക്കാനുള്ള മോഹം കൊണ്ട് മാത്രമല്ല, പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും അറ്റുപോയ എന്റെ ജീവൻ തിരിച്ചു പിടിച്ച ഈ നിൽക്കുന്ന എന്റെ പെണ്ണിന് കൊടുത്ത വാക്ക. ഇനിയൊരു പ്രതികാരത്തിനോ പകയ്ക്കോ ഇന്ദ്രൻ കൈ ഉയർത്തിയാൽ അത് ഇവൾക്ക് വേണ്ടി മാത്രമായിരിക്കും. ഇല്ല, ഇനി ഒരിക്കലും ഒരാൾക്കെതിരെയും പിള്ള ഒന്നും ചെയ്യില്ല. ആരെയും ദ്രോഹിക്കില്ല. ഇത് ഇന്ദ്രന് തരുന്ന വാക്ക. ഈ കീഴടങ്ങൽ ഭീതിയിൽ നിന്നുണ്ടായതാണെന്ന് എനിക്കറിയാം. എങ്കിലും എല്ലാം ക്ഷമിക്കാം. ശരിയാ. മരണവാറണ്ടുകൾ കിട്ടിയവരെല്ലാം മരണക്കിടക്കയിൽ കിടക്കുക. പീറ്റർ, പ്രതാപൻ, അങ്ങനെ അവസാനം എനിക്കും വന്നു ഒരു മരണവാറണ്ട്. എഴുന്നേറ്റ് നടക്കാൻ ത്രാണിയില്ലാത്തവനായിട്ട് ജീവിക്കാൻ എനിക്ക് വയ്യന്ദ്ര. ഇന്ദ്രേട്ടൻ പറഞ്ഞില്ലേ, അത് ഉറച്ച വാക്കാണ്, മാറില്ല. പിന്നെ ഈ നിൽക്കുന്ന ശ്രുതി, ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് ശ്രുതി കൂടി വിചാരിച്ചിട്ടാ. ആ കടപ്പാടുണ്ട് എനിക്ക്. ഇനിയെങ്കിലും ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ ജീവിക്കാൻ നോക്ക്. എനിക്ക് സീതയോട് അല്പം സംസാരിക്കണം. ശ്രുതി വാ. കണ്ടല്ലോ, ഇതാണ് ഇന്ദ്രൻ, അതാണ് സീത. കണ്ടു പഠിക്കടോ മനുഷ്യരെന്താണെന്ന്. കൂടെ ഉണ്ടാവും ഞാൻ, എന്തിനും ഏതിനും. ജീവിതാവസാനം വരെ കൂട്ടായിട്ട്. ഇന്ദ്രന്റെ ജീവിതത്തിൽ കൂട്ടായ ഒന്നേ ഉള്ളൂ, സീത. ഇന്ദ്രൻ എല്ലാം മറക്കുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമാണ്, സീതയ്ക്ക് വേണ്ടി. എനിക്ക് കൂട്ടിക്കെട്ടിയ ആയുസ്സായി മാറിയ പുണ്യമാടോ അവൾ. അത്ര വേഗം പൊറുക്കാനാവുന്ന തെറ്റല്ല അച്ഛൻ ചെയ്തെന്ന് എനിക്കറിയാം. മരണത്തിനപ്പുറം ഒരു ശിക്ഷയും അച്ഛൻ അർഹിക്കുന്നുമില്ല. പക്ഷേ ആരോരും ഇല്ലാത്ത ഒരു പെണ്ണാണ് ഞാൻ. അത് ഓർത്തെങ്കിലും ക്ഷമിക്കണം. ശ്രുതി ധൈര്യമായിട്ടിരിക്കുക. ഇനി ഒരു പ്രതികാരത്തിനും ഇന്ദ്രേട്ടൻ വരില്ല. ഞാൻ വാക്ക് തരാം. എനിക്ക് ധൈര്യമായിട്ട് പോവാലോ? ഉറപ്പിച്ചോളൂ. ഇതോടുകൂടി എല്ലാം ശാന്തമാവും. വാ. ശാന്തമായ ഒരു മനസ്സുമായിട്ടാണ് ഞാനിപ്പോ പോകുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കാത്ത ഒരു മനസ്സമാധാനം ഇപ്പൊ എന്റെ ഉള്ളിലുണ്ട്. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. നന്ദി. അതിൽ കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. പൊയ്ക്കോട്ടെ. എന്നാലും എനിക്കൊരു സംശയം. എന്റെ ഇന്ദ്രേട്ടാ, ഈ സുരേന്ദ്രൻ പിള്ളയ്ക്ക് മരണവാർത്ത എത്തിച്ചത് ഞാനല്ല, പിന്നെ അതാരാ? ഒരാളെ എനിക്ക് സംശയമുള്ളൂ. അയ്യോ, ഞാനൊന്നുമല്ല. സത്യമായിട്ട് ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ല. പിന്നെ ആരായിരിക്കും അതിന്റെ പിന്നിൽ?
ദേ ശ്രുതി. അതെ, അച്ഛന് കൊറിയർ ചെയ്തത് ഞാൻ തന്നെയാ. വേറെ ഒരു വഴിയില്ലായിരുന്നു അച്ഛനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ. ഉപദേശം നോക്കി, കരഞ്ഞു, കാല് പിടിച്ചു, പിണങ്ങി. അവസാന വഴിയായിരുന്നു ഭീഷണി. അത് ആണത്തുള്ള ഒരാളുടെ പേര് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. സോറി കേട്ടോ, ഇതുകൂടി ഒന്ന് ക്ഷമിച്ചേക്ക്. എപ്പോട്ടെ. ആ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്ത് സോറി പറഞ്ഞോ? അല്ല, ആണത്തമുള്ളവരെന്നുള്ള അവളുടെ പ്രയോഗം. ആ, ആരെന്തു പറഞ്ഞാലും ഈ ആണത്തം മുഴുവൻ നിനക്കുള്ളതല്ലേടി എന്റെ പുണ്യമേ. എന്തായാലും ആള് കൊള്ളാം. അതല്ല, ഏട്ടാ, ഇന്ദ്രേട്ടാ, എന്താ? ഞാനേ ഒരു സ്ഥലവും കണ്ടിട്ടില്ല. ആ, നീ പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്ക്. അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ കാണാം. ഒന്ന് പോയേട്ടാ, ഞാൻ അതല്ല പറഞ്ഞത്. എന്നെ എങ്ങും കൊണ്ടുപോകാൻ ആരുമില്ല. ഇപ്പൊ നിനക്ക് എങ്ങോട്ടാ പോണ്ടേ? എങ്ങോട്ടെങ്കിലും ഏട്ടൻ കൊണ്ടുപോയാ മതി. സീതേച്ചി ഏട്ടനും പോകുന്നില്ലേ? അപ്പൊ ഞാനും കൂടെ. നീ വന്നാലൊന്നും ശരിയാവത്തില്ല. ഞാൻ ഒരു ശല്യം ഉണ്ടാക്കത്തില്ല. എന്നാലും ബുദ്ധിമുട്ടാ. ഇനി പോകുമ്പോ കൊണ്ടുപോവാന്ന് പറഞ്ഞിരുന്നു മുമ്പ്. ആ, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും നടക്കത്തില്ല. നിക്കടി. സങ്കടായോ? ഞാൻ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ആ, ഒരു കാര്യമില്ല. അതുകൊണ്ട് സങ്കടപ്പെടണ്ട കേട്ടാ. നിന്നെയും കൊണ്ടേ പോകുന്നുള്ളൂ. നീയും പോരടി വേണ്ടേ? നിന്നെയും കൊണ്ടേ ഏട്ടൻ പോകുന്നുള്ളൂ. സത്യം? സത്യം. അയ്യോ, എനിക്ക് വയ്യ. Yeah.